NSS SNDP യോഗം പിന്തുണയ്ക്ക് പിന്നാലെ രമേശ് ചെന്നിത്തല ഇന്ന് ജാമ്യയിൽ എത്തും. സമസ്തയുടെ കീഴിലുള്ള പട്ടിക്കാട് ജാമിയ നൂരിയയുടെ 60ാം വാർഷിക സമ്മേളനത്തിലാണ് ചെന്നിത്തല പങ്കെടുക്കുന്നത്. MK മുനീറാണ് അധ്യക്ഷൻ. ഗരീബ് നവാസ് എന്ന സെഷൻ ചെന്നിത്തല ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യും. ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പ്രസിഡന്റായ ജാമ്യയിലേക്ക് ചെന്നിത്തല എത്തുന്നത് ലീഗ് നേതൃത്വത്തിന്റെ കൂടി താൽപര്യപ്രകാരമാണെന്നാണ് വിവരം. അതേസമയം മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ അനവസരത്തിലാണ് എന്ന് ചെന്നിത്തല പ്രതികരിച്ചു. ഇപ്പോൾ നമ്മുടെ ആവശ്യം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ച ഇപ്പോൾ പ്രിമച്വറാണ്. ഇപ്പം ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരിക, UDFനെ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രവർത്തകരുടെയും നേതാക്കന്മാരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണേണ്ടത്. മറ്റ് കാര്യങ്ങളൊന്നും ഇപ്പം ചർച്ചാ വിഷയമല്ല. അതിനൊക്കെ സംവിധാനങ്ങളുണ്ട്. പാർട്ടി ഹൈക്കമാൻഡും മറ്റു കാര്യങ്ങളുമുണ്ട്. അവരാണ് ഇതെല്ലാം തീരുമാനിക്കേണ്ടത്. അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി. അഷ്കർ, ചെന്നിത്തല വൈകിട്ടാണ് പരിപാടിയിൽ പങ്കെടുക്കുന്നത്. പരിപാടിയിൽ മറ്റാരൊക്കെയുണ്ട്? ഇന്നത്തെ ഈ പരിപാടിയുടെ വിഷയം എന്താണ്? സ്മൃതി, ഫാഷിസം കടന്നു വരുമ്പോൾ എന്നുള്ള വിഷയത്തിലാണ് ഇന്ന് വൈകുന്നേരം 6:30 പട്ടിക്കാട് ജാമിയ നൂരിയ സമ്മേളനത്തിന്റെ ഗരീബ് നവാസ് എന്ന് പറയുന്ന സെഷനിൽ രമേശ് ചെന്നിത്തല പങ്കെടുക്കുന്നത്. അതിന്റെ ഉദ്ഘാടന കർമ്മമാണ് ചെന്നിത്തല നിർവഹിക്കുക. അതിൽ അധ്യക്ഷൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് കൂടിയായിട്ടുള്ള MK മുനീറാണ്. എന്നാൽ അതിനോടൊപ്പം തന്നെ മുസ്ലിം ലീഗ് നേതാക്കളായ സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ ഇന്ന് ആ വേദിയിലേക്ക് എത്തുമെന്നുള്ള സൂചനകളുമുണ്ട്. അത് അല്പസമയത്തിനകം നമുക്ക് സ്ഥിരീകരിക്കാനാവും. എന്തായാലും ലീഗ് നേതാക്കൾ ഇപ്പോൾ തന്നെ പാണക്കാട്ടേക്ക് തിരിച്ചിരിക്കുന്നു. രമേശ് ചെന്നിത്തലയുടെ അത് ലീഗുമായുള്ള ബന്ധത്തിന്റെ ഒരു കോർത്തിണക്കൽ കൂടിയാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സാദിഖ് അലി തങ്ങൾ തന്നെയാണ് ഈ ജാമ്യ കമ്മിറ്റിയുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള P അബ്ദുൽ ഹമീദ് മാസ്റ്റർ, അദ്ദേഹമാണ് ജാമ്യ കമ്മിറ്റിയുടെ സെക്രട്ടറി. സ്വാഭാവികമായും ലീഗ് നേതൃത്വത്തിന്റെ കൂടി താല്പര്യപ്രകാരം തന്നെയാണ് രമേശ് ചെന്നിത്തല ജാമ്യ വേദിയിലേക്ക് എത്തുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് കോൺഗ്രസിലെ നേത്രമാറ്റ ചർച്ചകൾ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് കഴിഞ്ഞ തവണ VD സതീശനുണ്ടായിരുന്ന അതേ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ മാറ്റി രമേശ് ചെന്നിത്തലയെ പരിഗണിച്ചത്. രമേശ് ചെന്നിത്തല ഇന്ന് അല്പസമയത്തിനകം ജാമ്യയിലേക്ക് എത്താൻ പോകുന്നു. NSSുമായി അല്ലെങ്കിൽ SNDPയുമായുള്ള അവരുടെ രമേശ് ചെന്നിത്തലയ്ക്കുള്ള പിന്തുണയും ബന്ധവും അവരുടെ വേദി പങ്കിടലുമൊക്കെ വലിയ വാർത്തയായിരുന്നു. അത്തരത്തിൽ സാമുദായിക സമവാക്യങ്ങളെ രമേശ് ചെന്നിത്തല ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള വാർത്തകൾ സജീവമായിരിക്കെ തന്നെ ആയിരുന്നു ജാമിയ നൂരിയയിലേക്കും രമേശ് ചെന്നിത്തലയ്ക്ക് ക്ഷണം ലഭിക്കുന്നത്. തൊട്ടു പിന്നാലെ മഞ്ചേരി ജാമിയ ഇസ്ലാമിലേക്കുള്ള ക്ഷണം ലഭിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ സമസ്തയുടെ വേദികളിലേക്ക് അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ താല്പര്യപ്രകാരമുള്ള വേദികളിലേക്ക് രമേശ് ചെന്നിത്തല എത്തുമ്പോൾ അത് ഒരു സാമുദായിക സമവാക്യം ലക്ഷ്യമിട്ടുള്ള പാലമാണ്. അതിനോടൊപ്പം തന്നെ ലീഗുമായുള്ള ബന്ധത്തിന്റെ കൂടി അത് കോർത്തിണക്കൽ കൂടിയായിട്ട് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ന് ചെന്നിത്തല ജാമ്യയിലേക്ക് എത്തുമ്പോൾ അവിടെ നടത്തുന്ന പ്രഭാഷണങ്ങളും അവിടെ നടക്കാൻ പോകുന്ന ചർച്ചകളും ഒക്കെ തന്നെ അത്ര സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുകയും ചെയ്യുന്നു. എന്നാൽ നേതൃസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണോ വരുന്നത് എന്നുള്ള രമേശ് ചെന്നിത്തലയോടുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം അത് നിഷേധിക്കുകയുണ്ടായി. ആ ചർച്ച തന്നെ ഇപ്പോൾ അപ്രസക്തമാണ്. മാത്രമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ തങ്ങളുടെ മുമ്പിലുള്ള ലക്ഷ്യമെന്നാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല പറയുന്നത്. മറിച്ച് മുഖ്യമന്ത്രി സ്ഥാനം അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്. അക്കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. അത്തരം ചർച്ചകളൊന്നും ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ് ആ ചർച്ചകളെ നിഷേധിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല ആവർത്തിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ രമേശ് ചെന്നിത്തല നടത്തുന്ന നീക്കങ്ങൾ അത് തികച്ചും രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ്. സാമുദായിക സമവാക്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കോൺഗ്രസിനകത്തുള്ള ഒരു ശക്തി കേന്ദ്രമായി മാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ നടത്തുന്ന രമേശ് ചെന്നിത്തല നീക്കങ്ങൾക്ക് ഇപ്പോൾ വലിയ പിന്തുണ ലഭിക്കുന്നു. ആദ്യം NSSും SNDPയും ആണെങ്കിൽ ഇപ്പോൾ സമസ്തയിൽ നിന്നും ലീഗിൽ നിന്നും ഒക്കെ തന്നെ വലിയ പിന്തുണ ലഭിക്കുന്നു എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ശരി, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.